കൃപാസനം മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ശില്പ ജോസ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. പപ്പ സിറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം, ദിസ് വാസ് ഡയഗ്നോസ്ഡ് 12 years ബാക്ക്. ഞാൻ MBBS പഠിക്കുന്ന കാലത്തെ പപ്പയ്ക്ക് ഇത് ഡയഗ്നോസ്ഡ് ആണ്. നോർമലി ഒരു ലിവർ സിറോസിസ് ഡയഗ്നോസ് ചെയ്തത് നോർമൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു ഡോക്ടർ പറയുക ഇസ് അറൗണ്ട് 10 years. ഇത് ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് ഇത് ഡയഗ്നോസ് ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊരിക്കലും എൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തിന് വൈ ഷുഡ് ദേ ഹാവ് ദിസ് ഇൻ ദെയർ മൈൻഡ് ആൻഡ് ലീവ് എ ലൈഫ് ലൈക്ക് ദാറ്റ് എന്ന് വിചാരിച്ചു. ഐ ഹവ് നെവർ ടോൾഡ് ദിസ് ടു മൈ ഫാദർ ബിഫോർ. 10 years ഇറ്റ് വാസ് ഓൾ സ്മൂത്ത്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 13 years ദാറ്റ് ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. 12 years ആയപ്പോഴത്തേക്കും പപ്പ ഭയങ്കര വീക്കായി തുടങ്ങി. സോ ഐ തോട്ട് ഇറ്റ് ഈസ് നോർമലി എക്സ്പെക്റ്റഡ് ബിക്കോസ് ഐ എം എ ഡോക്ടർ, ഐ നോ ഓൾ ദീസ് തിങ്സ്. പിന്നെ ആയപ്പോഴത്തേക്കും പപ്പ ഭയങ്കര വീക്കായി തുടങ്ങി, ബ്ലീഡിങ് വരാൻ തുടങ്ങി. ആൻഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വാസ് അറൗണ്ട് 30,000 40,000 സിൻസ് 8 years. അപ്പോഴത്തേക്കും ബ്ലീഡിങ് വരാൻ തുടങ്ങി, തീരെ വയ്യാണ്ടായപ്പോഴത്തേക്കും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ നോർമലി ഫോർ എ ലിവർ ഡിസീസ് പേഷ്യൻറ്റ് യു എക്സ്പെക്ട് ബ്ലീഡിങ് ഫ്രം ദി ഈസോഫേഗസ് ആൻഡ് സ്റ്റൊമക്ക്, അതായത് നമ്മളുടെ അന്നനാളത്തിൽ നിന്നും വയറിൽ നിന്നുമാണ് ബ്ലീഡിങ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് മെത്തേഡ്സ് ത്രൂ എൻഡോസ്കോപ്പി വഴി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും.